നമ്മൾ കാരണം ഒരു ജീവൻ ആദ്യം നിലനിന്നു ഒരു ഇത് കേട്ടാൽ മതി. അത് നമുക്ക് കേൾക്കാം. സന്തോഷേട്ടൻ നമ്മുടെ ഈ വാഹനത്തിന്റെ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള അറിവ് വെച്ചിട്ട് അദ്ദേഹം നമുക്ക് ഇതിന്റെ വാഹനത്തിലുള്ള ഓരോ സാധനത്തെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. നമസ്കാരം സന്തോഷേട്ടാ. നമസ്കാരം. ഒന്ന് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മൾ വൈപ്പാപ്പ വൈപ്പാപ്പ ഇപ്പോൾ ചെന്തിര ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ പേഷ്യനെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട്, അതായത് ശ്വാസം ഇതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വൈപ്പാപ്പ ഇത്ര ശ്വാസം കൊടുക്കും. ഇത് മോണിറ്റർ, അതായത് നമ്മളെ പൾസ്, പിന്നെ ബി പി, ഇൻഫ്യൂഷൻ പമ്പ്. അതെന്താ അതിന് എന്തിനുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്? ഇതാ ഇത് നമ്മളെ പിന്നെ ബി പി, പിന്നെ പൾസ് നോക്കാൻ വേണ്ടി. ബി പി പൾസും പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഓക്സിജൻ അളവെല്ലാം വേണ്ടിയല്ലേ. ഇത് പിന്നെ നമ്മളെ ഇൻഫ്യൂഷൻ പമ്പ്, പിന്നെ ബി പി ഡൗൺ ആയാൽ സിറിഞ്ചിന് കൊടുത്ത് ബി പിയും പിന്നെ പൾസെല്ലാം ഡീപ്പാണ്. അതായത് നമ്മളെ ഒരു അറ്റാക്ക് പേഷ്യൻറ്റിന് പെട്ടെന്ന് ഷോക്ക് കൊടുക്കാൻ വേണ്ടി അത് പിന്നെ ബൈപ്പാക്കാണ്. അതായത് ഓക്സിജൻ്റെ ശക്തിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് സെക്ഷൻ അകത്തുള്ള ഇതെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതിനകത്ത് ചെറിയ കുട്ടികളെ, അതായത് 1 കിലോ തൂക്കം ഒരു ചെറിയ കുട്ടിക്ക്, അതായത് ഈ വെയിറ്റ് ഇപ്പം നമ്മളെ വെയിറ്റ് അനുസരിച്ചിട്ട് ഇതിന് താങ്ങാൻ പറ്റും. കുട്ടികളെ എടുക്കാൻ പറ്റും, ചെറിയ പ്രസവിച്ചുള്ള കുട്ടികൾ. അതായത് പിന്നെ ഇപ്പം ചില കുട്ടികൾ 1.5 കിലോ ഉണ്ടാവും, 2 കിലോ, ചില പിന്നെ 700 ഗ്രാം ഉണ്ടാവും. പക്ഷെ ഇതിൽ 1 കിലോ തൂക്കമല്ല അങ്ങോട്ട് ഏത് സാഹചര്യത്തിലും എടുക്കാൻ പറ്റുന്നു. 6 വർഷത്തോളമായി പയ്യന്നൂർ സഹകരണാശുപത്രിയിലെ ആംബുലൻസ് കൂടെ. അതായത് എത്ര ക്രിട്ടിക്കൽ സ്റ്റേജും ഈ ആശുപത്രിയിലെ എത്ര പേഷ്യൻ്റ് ആയാലും നമ്മളിതിന്, അതായത് നമ്മളെ സ്റ്റാഫുണ്ട്, വിജേഷ് മെയിൻ സ്റ്റാഫാണ്, പിന്നെ വേറെ സ്റ്റാഫുണ്ട് വൈഷ്ണവ്. അപ്പോൾ ഇതിപ്പം ഒരു സാഹചര്യത്തിലായി നിങ്ങൾ പറഞ്ഞ ഒരു സാഹചര്യം, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്നൊരു തീർച്ചയായും ഞാനിവിടെ ഒരു ഫംഗ്ഷൻ വന്നേരാണ് ഇപ്പോൾ ഈ ഒരു ആംബുലൻസുകൾ തുറന്നു കണ്ടാൽ ഇത്രയും എന്തൊക്കെയാണ് നമുക്കുള്ളത്, നമുക്ക് ജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ സ്പെഷ്യാലിറ്റി വേറെ എവിടെയും കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ ആംബുലൻസിനുള്ളിൽ ഇത്രയും കെയർ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു പേഷ്യനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ടെലിവിഷൻ ചെയ്ത് നല്ല ക്ലിയറാക്കി നെക്സ്റ്റ് പേഷ്യനെ കയറ്റുന്നു. ഇതിൻ്റെ മുകളിലത്തെ തട്ടിലൊക്കെ എന്തൊക്കെയാണ്? ഇത് പിന്നെ ഒരു മെഡിസിനുകളാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ പേഷ്യന് ഓരോ സ്ഥലത്ത് മെഡിസിൻ കൊടുക്കേണ്ടി വരും. ആ മെഡിസിൻ എല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മളെ സ്റ്റാഫ്, ഇത് ഇവരെല്ലാം അതിനനുസരിച്ച് ഡോക്ടർ വരുന്ന ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കും. അവർ എല്ലാം ചെയ്തു കൊടുക്കും. ഇത് ഓക്സിജനാണ്. അതായത് ഇത് പിന്നെ നമ്മളെ പേഷ്യന് ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്, ബാക്കി പിന്നെ സിലിണ്ടർ താഴെയിലാണ്, അത് ഇതിലേക്ക് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് വെന്റിലേറ്ററിൽ നിന്ന് വരുന്ന സപ്പോർട്ടാണ്. ഇതിലെല്ലാം നമ്മൾ ഒരു മെഡിസിൻ അടക്കം എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ എല്ലാ എല്ലാം മെഡിസിനാണ്. ഏതെന്താ പേഷ്യൻ്റ്, എങ്ങനെയുള്ള പേഷ്യൻ്റാണ് അവർക്ക് അതിനനുസരിച്ച് നമ്മളെ സ്റ്റാഫ് ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് ഇതിനകത്ത് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെറിയ ന്യൂ ബോൺ കുട്ടികളാണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ കെയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഇവിടുന്ന് ഇപ്പോൾ കണ്ടുവരുന്ന 41 ദിവസം പ്രായമുള്ള കുട്ടിയെ കൊണ്ട് ബാംഗ്ലൂർ അത് എയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അത്രയും ക്രിട്ടിക്കലാണ്. 40 കുട്ടിക്ക് കിഡ്നിക്ക് സമ്പ്രദായം ഉണ്ടായി, ഹാർട്ടിന് ഭാഗമുണ്ട്. പക്ഷെ കുട്ടീനെ എല്ലാം സേഫായിട്ട് അവിടെ എത്തിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മൾക്ക് എത്ര അഭിമാനിക്കാം. ഇത് അഭിമാനിക്കാൻ പറ്റിയ ഒരു ഇതാണ് നമ്മളെ IC ആംബുലൻസ് പയ്യന്നൂർ സഹകരണ ആശുപത്രി. അതായത് എത്ര 24 മണിക്കൂറും നമ്മൾ ആശുപത്രിയിലെ ആംബുലൻസ് അവിടെ സജ്ജീകരമായിട്ട് നിൽക്കുന്നതാണ്. അതായത് എൻ്റെ ഒരു 16 വർഷത്തോളമായി ഞാൻ ഈ ആംബുലൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉൾവശത്തെക്കുറിച്ച് നമ്മളെ വണ്ടിയുടെ സാരഥി സന്തോഷം ഏകദേശം പറഞ്ഞു തന്നു. ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ടു എന്നൊരു കോൾ എത്തുമ്പോൾ നിങ്ങൾ അവിടെ എത്താൻ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി ഡ്രൈവർ എന്ന നിലയ്ക്ക് നിങ്ങൾ കാണിക്കുന്ന അക്ഷമ എത്രത്തോളമാണ്? അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഒരു വ്യക്തി ആക്സിഡൻറ്റ് ഒന്ന് ക്രിട്ടിക്കൽ അതായത് വീട്ടിൽ സീരിയസ് ആയിട്ടുണ്ടാവും, ചില സമയത്ത് റോഡിലുണ്ടാവും. അപ്പം നമ്മളിപ്പം പയ്യന്നൂർ സാധാരണ ആശുപത്രിയിലാണ് നമ്മളെ വണ്ടി ഉള്ളത്. നമ്മൾ 24 hours ഡ്യൂട്ടിയാണ് അവിടെ തന്നെ ഉണ്ടാവും. അതായത് ഭക്ഷണം കഴിക്കാനും പിന്നെ അത്യാവശ്യം വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി വരാനുണ്ട്. ബാക്കിയുള്ള എനി ടൈം നമ്മൾ വിളിച്ചാൽ, അതായത് 24 hours നമ്മൾ ഇവിടെ എത്തിച്ചു. ഇപ്പം ഒന്ന് വിളിച്ചാൽ, ഇപ്പം നമ്മളിപ്പം പിന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് ചില പെടാട്ടായിരിക്കും ഒരു പേഷ്യൻ്റ് തന്നെ പെട്ടെന്ന് ക്രിട്ടിക്കൽ തന്നെ സംഭവിച്ചത്. അവർ പെട്ടെന്ന് ആംബുലൻസിൽ വിളിക്കുമ്പോൾ നമ്മൾ ആംബുലൻസിൻ്റെ നമ്പറും ഉണ്ട്, നമ്മൾ ആശുപത്രിയിൽ നിന്ന്
ചില ആൾക്കാർ നമ്മൾ ആശുപത്രി വിളിച്ചിട്ടാണ്, അപ്പോൾ കുറേ ടൈം എടുക്കും. ആശുപത്രി വിളിച്ച് അവർ പിന്നെ രണ്ടാമത്തെ കട്ടാക്കി നമ്മളെ വിളിച്ച് പോകണം. പക്ഷെ ചില നമ്മളെ കൈമയില്ല, അതായത് മൊബൈലിലേക്ക് കോൾ വന്നു അല്ലേ, ഇവിടുന്ന് ഇപ്പോൾ 2 കിലോമീറ്റർ ഒരു 1.5 മിനിറ്റ് കൊണ്ട് നമ്മൾ വണ്ടി തന്നെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അതായത് 3 വണ്ടിയിലും ഡ്രൈവർ മാറി ഓൾറെഡി അവിടെ അത് ഏത് സ്പോട്ടിന് വിളിച്ചാൽ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്. ചില സമയത്ത് പേഷ്യൻ്റ് ചിലത് വിഷം കഴിച്ചിട്ടുണ്ടാവും, ചില സമയത്ത് കുഴഞ്ഞു വീണിയുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ പെട്ടെന്ന്. ഓക്കെ, ഈ വാഹനത്തിൽ ഇപ്പോൾ സന്തോഷത്തിന് കൂടാണ്ട് എത്ര പേരാണ് ഇതിലുള്ളത്? എൻ്റെ ഈ വണ്ടി പറഞ്ഞാൽ ICU വണ്ടിയാണ്, അതായത് ICU വെന്റിലേറ്റർ, അതായത് പിന്നെ കുട്ടി പെരിയാട്രിക് അടക്കം നമ്മൾ കുട്ടികളെ എടുക്കുന്നതാണ്. നമ്മൾ 2 സ്റ്റാഫ് ഉണ്ട് ഇതിനകത്ത്, അതായത് ഇതിൻ്റെ മെയിൻ സ്റ്റാഫിൻ്റെ റിജേഷ്, പിന്നെ ഒരു വൈഷ്ണവ് ഉണ്ട്. നമുക്ക് ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യം. എന്നോട് അവർ പറയും വണ്ടി എങ്ങനെ പോകണ്ട്, നല്ല ക്രിട്ടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പീഡായി പോകാറ്, ഇല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് എത്തിച്ച് കുറേ ജീവൻ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, നമ്മൾ ഇന്ന സമയത്ത് എത്തും, പിന്നെ ഇത്ര ടൈമിൽ എത്തി, നിങ്ങളെ സ്റ്റാഫിൻ്റെ നല്ലൊരു കെയറാണ്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്കത് വളരെ സന്തോഷമാണ്. ഒന്നുമില്ല, നമുക്കത് കേട്ടാൽ മതി, എത്രയും ഉണ്ട്. നമ്മൾ കാരണം ഒരു ജീവൻ ആദ്യം നിലനിന്നു ഒരു ഇത് കേട്ടാൽ മതി, അത് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ അനുഭവത്തിൽ അത്യാവശ്യമായിട്ട് എത്താനുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്താണ്? അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ, അതായത് ആക്സിഡൻറ്റ്, പല ആക്സിഡൻറ്റ് കേസും വരുന്നുണ്ട്. ചില തല ഇതായിട്ടുണ്ടാവും, അതായത് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി. ഇപ്പം നമ്മൾ പോകണമെങ്കിൽ ഈ പയ്യന്നൂരിൽ നിന്ന് പരിയാരം എത്തണമെങ്കിൽ നമ്മൾ പയ്യന്നൂർ ടൗൺ വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ ഇത്ര സഹകരണം നമ്മളെ വണ്ടി ഊണടിച്ചാണ്. ചില ആൾക്കാർ ഇതിന് ഒരു ഇത് കൊടുക്കുന്നില്ല, പരിഗണന വന്നാൽ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ അവരെ ചിന്തിക്കുന്നറിയാം, അവരെ കുടുംബക്കാർക്കോ സംഭവിച്ചെന്നല്ല അവർക്കത് മനസ്സിലാക്കില്ല. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ വണ്ടിയിൽ ഫുൾ AC ഇട്ടിട്ട് നല്ലൊരു വർത്തമാനം പറഞ്ഞ് ജോലി അടിച്ച് പോകുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ കുറേ കണ്ടാണ്. ചില സമയത്ത് നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആംബുലൻസിൽ നിന്ന് കണ്ടാലും അവരുണ്ടല്ലോ അവിടെ നിന്ന് യൂട്ടേൺ ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നു, ഈ യാത്രക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചവിട്ടിട്ട് പേഷ്യൻ്റ് വരെ താഴെ പോകാത്ത വാക്യം. ഇവർ 2 പേര്, ഈ റിജേഷ് പറഞ്ഞ നമ്മളെ സ്റ്റാഫില്ലേ, അവനാണ് പേഷ്യനെ അത്ര നിലനിർത്തി. നമ്മളാ പരിഹാരത്ത് എത്തി നോക്കുമ്പോൾ 2 ബ്ലോക്കാണ്, കുട്ടികളൊന്നും നല്ല ഇതായിട്ട്, അതായത് അവിടെ എത്തിക്കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ താഴേക്ക് കൃത്യാലയത്തേക്ക് ഇറക്കി പേഷ്യനെ വൈകിട്ടാകുമ്പോൾ തന്നെ 5 ഗ്രാമും 5 പ്ലസ് അവർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാ ഒരു കരുണ നമ്മൾ കാണിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഡ്രൈവർമാർ കുറച്ചുകൂടി മര്യാദ കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? അതേ ഇപ്പോൾ നമ്മൾ ഈ ഡ്രൈവർമാരയിൽ നല്ല ആൾക്കാർ, ഇഷ്ടമായ ഡ്രൈവർമാരുണ്ട്, അവരെ പറയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഇപ്പം പുതിയ തലമുറ വരുന്ന ഡ്രൈവർമാർ, ഇവർക്ക് ചിലരെന്നറിയാം, നമ്മൾ ഈ തൊഴിലിനോട് ആത്മാർത്ഥമായിട്ട് വരുന്നവരുണ്ട്, ചിലർ ജോലി അടിച്ച് വരുന്നവരുണ്ട്. ഇപ്പം നമ്മളൊരു തൊഴിലെടുക്കുന്നത് നമ്മുടെ കുടുംബം മാറ്റാനും ഇതിനു വേണ്ടിയാണ്. ചില ആൾക്കാർ എന്നറിയാം, ഒന്നുമില്ല, ഒരു ടൈം പാസ്, അങ്ങനത്തെ ആൾക്കാരാണ് ഇത് ഒരു ഫുള്ള് വില വെക്കാത്ത. അതുപോലെ തന്നെ ആംബുലൻസിന്റെ ഡ്രൈവർക്കും അതുപോലെ മറ്റ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കും റോഡിൽ ഒരേ അവകാശം തന്നെയാണോ ഉള്ളത്, അതോ ആംബുലൻസിന്റെ ഡ്രൈവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടോ? ഇപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ആംബുലൻസ് പറഞ്ഞാൽ ഒരു പേഷ്യനെ കൊണ്ടുപോകുന്നത്, അതായത് മറ്റുള്ള പറഞ്ഞ ടൂറിസ്റ്റ് വണ്ടിയും പിന്നെ പ്രൈവറ്റ് വണ്ടിയും പാസഞ്ചറൊക്കെ എത്തുന്നതാണ് ടൂറിസ്റ്റ് വണ്ടി, പ്രൈവറ്റ് വണ്ടിയാണ് കുടുംബക്കാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനാണ് ഇത് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആംബുലൻസ് അല്ലേ. അപ്പം ഈ ഡ്രൈവർമാർ മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യാം. അതിനാണ് നമ്മൾക്കൊരു എന്തോ ഒരു പറയലുണ്ട്, അതാ. അതുപോലെ സന്തോഷേട്ടൻ്റെ ജീവിതത്തിൽ ഈ ഒരു വാഹനത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാണ്ട് നല്ലൊരു പേഷ്യനെ കൊണ്ട് വിടുന്നു. അതായത് നമ്മളെ സ്റ്റാഫ് കണ്ണൂരെ കൊണ്ട് വഴിയിൽ വെച്ചിട്ട് ഏകദേശം എന്നോട് ഇവർ പറഞ്ഞു, ഏകദേശം എന്നോടൊന്നും ഞാൻ ഒന്നും നോക്കില്ല, പക്ഷെ എന്താ പറയുക, എൻ്റെ ഈ കണ്ണ് 4 ദിശയിലേക്കാണ് കണ്ണില്ല.
പിന്നെ ഒരു പേഷ്യന്റിന്റെ ഇത് എനിക്ക് മനസ്സിലാക്കി. അതും ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ ഞങ്ങള് കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ 2 ബ്ലോക്ക് അറ്റാക്ക് ചെയ്ത് അവര് എന്നോട് പറഞ്ഞു കറക്റ്റ് 23 മിനിറ്റ് കൊണ്ട് ഞാൻ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് മുട്ടിയാണ് പേഷ്യനെ കൊണ്ട് ചെയ്ത് അവിടുന്ന് അറ്റാക്ക് ചെയ്ത് അവരെ പിന്നെ റിലേറ്റീവ് എന്നെ വിളിച്ച് പറഞ്ഞു നമ്മുടെ സ്റ്റാഫിനോട് നിങ്ങൾക്കെല്ലാം നല്ലത് നമ്മുടെ ആശുപത്രി അത്രയും ക്രിറ്റിക്കൽ ഇവിടെ വന്ന് ഇതായതാണ് പെട്ടെന്ന് കിടന്നത്. ഇവിടുന്ന് അവർക്ക് കണ്ണൂരേക്ക് പോയേ പറ്റില്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ പോകണ്ട. അവർ ചില ഓരോരോ അവരെ താല്പര്യം ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് അവിടെ പോയി കുറച്ച് കെയർ കിട്ടും, ചില പരിയാരം പോയാൽ മെഡിക്കൽ കോളേജ് കൊണ്ട് കുറച്ച് ഇതുണ്ടാവും. പക്ഷെ അത് അവരെ താല്പര്യം വെച്ചാൽ നമ്മൾ പോയിക്കോളാം. അവർക്ക് എവിടെയാ പോകണ്ടേ? അവര് നമ്മളിഷ്ടത്തിന് നമ്മൾ ഒരിക്കലും ആശുപത്രി കൊണ്ടുപോയിക്കൂടാ. അതുപോലെ ഈ ഇപ്പൊ അവർ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നതാണല്ലേ, അപ്പൊ നമ്മൾ എല്ലാ ഹോസ്പിറ്റലും സംഘടന പരിചയമുള്ളതാണ് അത്, അല്ലാതെ ഈ എല്ലാ ഹോസ്പിറ്റലുകളും മുന്നേ അറിയാത്ത ഹോസ്പിറ്റലൊക്കെ പോയിട്ട്? ഇല്ല. അതായത് ഇപ്പോഴത്തെ ഈ നമ്മള് പിന്നെ കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം ആശുപത്രി 2000 തൊട്ട് ഞാൻ ഈ ആംബുലൻസ് മേഖലയിൽ 2024 അതിൽ 16 വർഷമാണ്. അതിൽ 3 വർഷം പുറത്തുപോയി, 3 വർഷം ടൂറിസ്റ്റ് മേഖലയിലും. ഇപ്പൊ ഒരു 2017 ശേഷം നമ്മളെ കണ്ണൂരിലും ആശുപത്രി, ഇല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ മംഗലാപുരത്തേക്കാണ്. ഇന്നിപ്പോ എറണാകുളത്തേക്ക്, ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജ്. നമ്മളീ പയ്യന്നൂരിൽ നിന്ന് 345 കിലോമീറ്ററാണ് അമൃതയിലേക്കുള്ളത്. നമ്മള് കണ്ണും പൊട്ടി ചവിട്ടിയാലും ഒരു 4 മണിക്കൂറിന് ഞാനൊരു കുഞ്ഞിനെയും കൊണ്ട് എത്തിയിട്ടുണ്ട്. അതിന് ആരോടും പറയില്ല, ഇത് നമ്മളൊരു തൊഴിലാണ്, എന്റെ കടമയാണ്. ഒരു പേഷ്യന്റ് എത്തിക്കേണ്ട എന്റെ കടമ. അതുപോലെ ഇപ്പൊ നമ്മൾ രോഗികളുടെ അത്യാസന്ന നിലയും രോഗികളുടെ വേദനയോട് കൂടിയ നിരക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? അത് ഉണ്ടൊക്കെ തന്നെ, അത് എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യുന്നത്? ഇപ്പം ഇതിനകത്ത് പല പേഷ്യന്റുകളുണ്ട്, പല രോഗങ്ങൾ വരുന്ന പേഷ്യന്റ്. ചിലപ്പോൾ കാറ്റുണ്ട്, ആക്സിഡന്റ് ഉണ്ടാവും, ചിലപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടാവും. ഈ പേഷ്യന്റിന്റെ ബന്ധുക്കൾക്ക് തന്നെ ഇത് കുറച്ച് ക്രിറ്റിക്കലാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോന്ന് പറയും. അത് തളരുന്നു. ഇതിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവരെ നമ്മളെ ഫ്രണ്ടിൽ ഇരുന്ന് കരയുമ്പോൾ തന്നെ, പക്ഷെ നമ്മൾ അതല്ല, നമ്മൾ ഈ പേഷ്യന്റിനെ നമുക്ക് ഇത് കൊടുക്കേണ്ടത് പ്രാധാന്യം. നമ്മൾ ഇവരെ ഇത് നമ്മളെ മാനസിക തളരും. അത് തളർന്നാലേ നമുക്ക് എവിടെ എത്തപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പേഷ്യന്റ് എത്തിച്ചു നമുക്ക് മനസ്സിനുള്ളിൽ ആ വിഷമം അങ്ങനെ തീർക്കുക. അതുപോലെ സത്യമായിട്ട് ഈ പിന്നെ വണ്ടിയുടെ ഫിറ്റ്നസ് എല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എല്ലാ ദിവസവും? അതായത് നമ്മൾ ഈ വണ്ടി ഫിറ്റ്നസ് പറഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടി പറഞ്ഞാൽ 2 വർഷമാണ് ഫിറ്റ്നസ്. പക്ഷേ നമ്മളിതിൻ്റെ RC, അതായത് ടാക്സി, ഇൻഷൂർ, പോകട്ടെ, പൊല്യൂഷൻ എല്ലാം നമ്മൾ കറക്റ്റ്, അതായത് നമ്മൾ സെക്രട്ടറി ഇൻചാർജ് പറയും ഓരോ കാര്യങ്ങൾ ക്ലിയറായി നടത്തണം. നമുക്ക് പേപ്പർ ക്ലിയറാണ് നമുക്ക്. അതായത് എൻ്റെ കള്ളാസും ചെയ്യും ലൈസൻസ്, എൻ്റെ ലൈസൻസ് കറക്റ്റാണ്. അതായത് ഹെവി പിന്നെ ലൈറ്റ് മോട്ടോർ എല്ലാം കൂടി എനിക്ക് ഇത്ര കൊടുക്കേണ്ട ടൈം എല്ലാം 2021 എനിക്ക് കൊടുക്കേണ്ടത്. 2000 നോൺ ട്രാൻസ്പോർട്ട് 2021. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് സബ്മിറ്റ് ചെയ്യണം. സെക്രട്ടറി അതിനിൽ നമ്മളെ സെക്രട്ടറി നമ്മളെ സന്തോഷാക്കാം, നമ്മളെ ഇൻചാർജ് പ്രമോദ്, ഇവരെല്ലാം കറക്റ്റ് നമ്മൾ ചെയ്യിക്കും. നമുക്ക് നമ്മളെ മുകളിലൊരാൾ, നമ്മളെ മാനേജർ, അതായത് നമ്മളെ സെക്രട്ടറി നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നമുക്ക് പണിയെടുക്കാൻ നമുക്ക് താല്പര്യമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇതാണ്. എന്നാ വേണ്ടത് നമുക്ക് ചെയ്തു തരും. ഫാമിലി എൻ്റെ ഫാമിലി തന്നെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മോള് താമസം പഠിക്കുന്നു, അവിടെ സ്കൂൾ LKG പഠിക്കുന്നു, എൻ്റെ വരെ ഹൗസ് വൈഫ്, അപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കുന്നു. പിന്നെ എനിക്ക് സപ്പോർട്ട് എൻ്റെ ഏട്ടൻ ഈ ഫീൽഡിൽ, അതായത് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ ദിലീപ് ഏട്ടൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് അറിയില്ലെങ്കിൽ വഴി ഞാൻ മൊബൈലിൽ വിളിച്ച് കറക്റ്റ് പറഞ്ഞു. ഞാൻ ഈ ഗൂഗിൾ പേ ഇട്ടൊന്ന്, അയാൾ 10-40 വർഷമായി ടൂറിസ്റ്റ് മേഖലയിൽ പണിയെടുക്കുന്നത്, ഗൾഫിലെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഈ പയ്യന് പെരുമ്പിയിൽ പിന്നെ CITൻ്റെ ഡിവിഷൻ പ്രസിഡന്റാണ്. അപ്പോൾ തീർച്ചയായും പരിചയപ്പെടാൻ പറ്റിയാലും അതുപോലെ ആംബുലൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ഫംഗ്ഷൻ വന്നുകൊണ്ടാണ് ഇത് വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണാൻ പറ്റിയത്, അതുപോലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാനൊക്കെ പറ്റിയത്. ഇവിടെ ഒരു പ്രോഗ്രാം വന്നവരാണ് ഇതുവരെ കാണുകയും ഇതിൻ്റെ ഉള്ളിലേക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഏറെ സന്തോഷം. അതുപോലെ യാത്ര നമ്മുടെ മുന്നേ പോകുന്ന വാഹനങ്ങളോട് പറയാനുള്ളത്, ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ എത്രയും പെട്ടെന്ന് വഴിമാറി കൊടുത്തുകൊണ്ട് ആ ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കാൻ ചെയ്യണം. എല്ലാവരും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.